ഇപ്പോൾ റീസെൻ്റായിട്ട് ഭയങ്കര വിവാദങ്ങൾ നടന്നൊരു സംഭവമായിരുന്നു കൃഷ്ണകുമാറിൻ്റെ മകളുടെ ദിയയുടെ ഒരു കേസ്. അതായത് ഇപ്പോൾ സ്റ്റാഫിൻ്റെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് വാങ്ങിയിട്ട് ഒരു സ്കാം നടന്നത്. പക്ഷേ ശരിക്കും അത് ഒരു സ്കാമായിട്ട് തന്നെയാണോ സാറ് കാണുന്നത്? നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അത് സ്കാമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒരു ജനങ്ങളോട് അവതരിപ്പിക്കുമ്പോൾ നമുക്കൊരു കിട്ടുന്ന ഒരു പിക്ചർ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, അത് കാണുമ്പോൾ അത് എന്തോ ഒരു ഫിഷി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സംഭവം ഉണ്ട് അതിനകത്ത്. പക്ഷേ ഇതിനകത്തൊരു പ്രൊമോട്ടറിനെ സംബന്ധിച്ച് ഇപ്പോൾ അയാൾ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. അതെ അതെ. ഇവിടെ പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കണ്ടൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയറൊന്നുമില്ല. അവിടെ ഓഡിറ്റിംഗ് ഇല്ല, പ്രോപ്പറായിട്ട് ഓഡിറ്റിംഗ് ഇല്ല. അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ഒരു കാര്യങ്ങളൊന്നും അവിടെ ചെയ്യുന്നതായിട്ട് കണ്ടില്ല. കാരണം ഒരാൾ വന്ന് ഒരു പല സ്ഥാപനങ്ങളും ഇപ്പോൾ എന്താണ്, എല്ലാവരും സ്റ്റാഫുകളാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ. അതെ അതെ. അവിടെ ബാർകോഡ് ഉണ്ടാവും, QR കോഡ് ഉണ്ടാവും. ഓട്ടോമാറ്റിക് നമ്മൾ പരീക്ഷിക്കേണ്ടത് എന്താണ്, ഇടയ്ക്ക് നമ്മളുടെ തന്നെ ഒരാളെ വിട്ട് നോക്കണം ഇവരെന്താണ് ചെയ്യുന്നത്. അത് പലപ്പോഴും അത് പരീക്ഷിക്കേണ്ടത് ഓഡിറ്റിങ്ങിന് വിധേയമാകേണ്ടത്. ഏത് സ്ഥാപനം ഒരു ഓഡിറ്റിങ്ങിന് വിധേയം, എല്ലാവരും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കലായ കാര്യമല്ല. എന്നാൽ വിശ്വസിക്കണം, സ്റ്റാഫുകളെ 100% തന്നെ വിശ്വസിക്കണം. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഓഡിറ്റിങ്ങിന് വിധേയമാകണം. എല്ലാ സ്റ്റാഫുകളും അവർക്കും ബോധ്യം ഉണ്ടാവണം, ഇത് കാണുന്നുണ്ട്, ക്യാമറയിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു.